ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് എൻ്റെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗല്ല. ഇതിനു മുന്നേ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ കംബാക്കിന് ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സെപ്റ്റംബർ 3rd ആണ്. ഇന്ന് എൻ്റെയും സിജറിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, 6th വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം ഫസ്റ്റ് വ്ളോഗ് ഐശ്വര്യമായിട്ട് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി. പിന്നെ വീട്ടിൽ അനിയത്തി സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു റിസോർട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നേക്കുന്നത്, എൻ്റെ വീട് വയനാടാണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെയുള്ള സ്ഥലത്ത് വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു റിസോർട്ടിൽ നമ്മൾ വന്നേക്കണം. ഇപ്പോൾ അവിടെയാണ് ഉള്ളത്. അപ്പോൾ അതവിടെ വന്നേക്കുന്നത്. രണ്ടാൾക്കാരെ കാണിച്ചു തരാം. ഇതാ ഇൻഫിനിറ്റി പൂളാണ് ഇവിടുത്തെ. അപ്പം നമ്മളിതൊക്കെ നോക്കാൻ വന്നതാണ്. ഇപ്പോൾ വന്നിട്ട് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. നമ്മളിവിടേക്ക് റോന്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി വൈബാണ് ഇവിടെ. താഴെ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടോന്നറിയില്ല. എന്തായാലും ഇതിൽ പറയാ, മലയാളത്തിലൊരു വേർഡ് ഉണ്ടല്ലോ. ഈ ഭാഗത്ത് കുറച്ച് നല്ല ആട്ടമുണ്ട്. മലയാളത്തിൽ എന്തായിരുന്നു ഇതിന് പറയാ? ഒരു വേർഡ് ഉണ്ടല്ലോ, പൊങ്ങിക്കിടക്കുന്ന ബ്രിഡ്ജ്. അങ്ങനല്ല, ഒരു വേർഡ് ഉണ്ടായിരുന്നു, മറന്നുപോയി. സൺകിസ്റ്റൈറ്റ്. ഇവിടേക്ക് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ നടക്കാൻ. നല്ല വെയും അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റ്, നല്ല സുഖമുണ്ട് നടക്കാൻ ഇതിലെ. നമ്മള് പൂളിൽ ചാടാൻ വന്നതാണ്. ഇൻഫിനിറ്റി പൂൾ മേലെയാണ്, അവിടെ ഇപ്പം ആൾക്കാരാണ്. അപ്പം നമ്മൾ തൽക്കാലം ഇവിടെയുള്ളൊരു പൂള് ഇവിടെ വരാന്ന് വെച്ചു. വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. അയ്യോ തണുക്കുന്നുണ്ട്. സംഭവം ഇപ്പൊ ഇവിടെ വെയിലൊക്കെയാണ്, പക്ഷെ വെള്ളം നല്ല കൂളാണ്, എക്സ്ട്രീം കൂളായിട്ടാണ് ഉള്ളത്. അയ്യോ നല്ല തണുപ്പുണ്ട്. പൂളിലൊക്കെ ഇറങ്ങി പിന്നെ ഒന്ന് റൂമിൽ പോയി ഫ്രഷൊക്കെ ആയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മളിപ്പം ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇത് മെയിൻ ബിൽഡിംഗ് ആണ്, ഇവിടെയാണ് റെസ്റ്റോറൻ്റൊക്കെ ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ വന്നതാണ്. റൂമിൽ നിന്ന് കുറച്ച് വാക്ക് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട്. നമുക്ക് വാക്ക് ചെയ്ത് വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ വണ്ടിയുണ്ട്. നമ്മൾ വിളിക്കാന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ടുവരും. ഞങ്ങൾ ചുമ്മാ ഒരു വാക്ക് രസമല്ലേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നെക്സ്റ്റ് ഡേ ആയി. ഇന്നലെ നമ്മൾ രാത്രി ഫുഡെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് നേരം അതിലൊക്കെ നടന്ന് പിന്നെ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. ഇപ്പം നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ പോകാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഇന്നലെ ഇതാ ഒരു കേക്ക് കൊണ്ട് തന്നായിരുന്നു കേട്ടോ ഇവർ. ഇതിന് നല്ല പിക്ക് ഉണ്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു.
നിങ്ങൾക്ക് ഇവിടെയുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇങ്ങോട്ടേക്കൊക്കെ നമുക്കിങ്ങനെ നടക്കുന്ന പാർട്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കോട്ടേജസ് ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് വാട്ടർഫാൾസ് ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ പുഴ ഇതിലേക്ക് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതാണ് ഇന്നലെ നമ്മൾ നടന്ന ഹാങ്ങിങ് ബ്രിഡ്ജ്. കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. അതാ പോന്ന്. ഇതാണ് മലയണ്ണാൻ, കാട്ടിലെ എണ്ണാൻ. അയ്യോ, അവൻ പേടിച്ചു കേട്ടോ. എവിടെ പോയി? അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുവാണ്. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു. രാത്രിയല്ല, ഏകദേശം കുറച്ച് പുലർച്ചെയൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു അല്ലേ, മഴയൊക്കെ ഉണ്ടായിരുന്നു. വിയാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തളർന്നു പോയി. വിയാൻ എന്താ കഴിച്ചത്? വിയാൻ ഇഡലിയാ കഴിച്ചത്. ഇഡലി. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചെക്കൗട്ട് ആവും. ഇതൊക്കെയാണ് പിന്നുള്ള വിശേഷങ്ങൾ അല്ലേ. ഇവിടെ മോർണിംഗ് ചേച്ചിമാരൊക്കെ അടിച്ചു വരാ, അങ്ങനത്തെ ഓരോരോ ക്ലീനിങ് പരിപാടിയിലൊക്കെയാണ്. ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ ഫുൾ ആ ഒരു ഫോറസ്റ്റി വൈബ് നിലനിർത്തിക്കൊണ്ടുള്ള സെറ്റപ്പാണ് മൊത്തത്തിൽ. ഞാൻ വഴികളൊക്കെ കാണിച്ചു തരാം. ക്ഷീണിപ്പിച്ചു. നമ്മൾ പോവാണോ വിയാൻ? ഹലോ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ നേരെ സുജേൻ്റെ വീട്ടിലേക്കാണ് പോണത്, വടകര. അവിടെ ഇപ്പം നമുക്കൊരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സുജിയേട്ടൻ്റെ ബ്രദറിൻ്റെ, ട്വിൻ ബ്രദറിൻ്റെ സുനിയേട്ടൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ കല്യാണം. അതായത് എൻ്റെ അനിയത്തിൻ്റെ കല്യാണം പോലെ തന്നെയാണ് എനിക്ക്. അപ്പം അത് ഓൾറെഡി ഹൽദി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കല്യാണം 8-നാണ്. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടേക്കാണ് പോയ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. സെലിബ്രേഷൻ മോഡാണ് ടോട്ടലി. അപ്പം അതിൻ്റെയൊക്കെ വ്ളോഗ്സ് ഞാൻ എന്തായാലും ഇടും. അപ്പം ഇവിടെ എന്തായാലും 2 ദിവസം നമ്മൾ നല്ലോണം സ്പെൻഡ് ചെയ്തു. ഈ തിരക്കിൻ്റെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഒരു കൂൾ വൈബ്, നല്ല രസമുണ്ടായിരുന്നു. എൻജോയ് ചെയ്തു. ഒരാൾ താഴെ നിന്നിട്ട് എന്നോട് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പം ഇവിടെ നമ്മളിനി പോയിട്ട് ഇനി നമ്മൾ നേരെ സുജാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഏകദേശം ഉച്ച ആവുന്നേ ഉള്ളൂ. പോകുന്ന വഴിക്ക് വന്നേരം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തും. ഇവിടുന്ന് ഒരു 3 hours ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഈ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. നമുക്ക് നല്ല അടിപൊളി വ്ളോഗ്സ് ഒക്കെ കൊണ്ട് വരും ഞാൻ. അപ്പോൾ ഓക്കെ, ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. See you then. Bye.